2,000 years later. ഹലോ ഗൈസ്, സോ നമ്മൾ ഇന്ന് കളിക്കാൻ പോണത് മഞ്ജുളികയാണ്. മഞ്ജുളിക ഹൊറർ എസ്കേപ്പാണ് ചെയ്യാൻ പോണത്. സോ എനിക്കിത് ആദ്യമായിട്ടാണ് ഞാൻ കളിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് ഈ ഗെയിമിനെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാ. സോ അപ്പോൾ നമുക്ക് ഇന്ന് എന്തൊക്കെ ഉണ്ടാവുമെന്ന് അറിഞ്ഞുകൂടാ. വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കഥ ഞാൻ പറഞ്ഞുതരാം. നമ്മളിങ്ങോട്ട് സൈഡിൽ വന്നിട്ട് നമ്മൾ ആ മഞ്ജുളികയുടെ വീട്ടിൻ്റെ അടുത്ത് വന്നിട്ട് ഷൂഷു ഒഴിക്കും ഗൈസ്. ഷൂഷു ഒഴിക്കുമ്പോൾ മഞ്ജുളികയുടെ എന്തോ എഴുതിയത് മാഞ്ഞു പോവും. അപ്പോഴത്തേക്കും മഞ്ജുളിക ഇറങ്ങി വരും. അപ്പോഴത്തേക്ക് മഞ്ജുളിക നമ്മളന്ന് അടിക്കും. സെറ്റാണ്. ഓക്കെ, നമുക്ക് 3 days മാത്രമേ ഉള്ളൂ എസ്കേപ്പ് ആവാൻ. ഡേ വന്നായിട്ടുണ്ട്. ഓക്കെ, ഇതെന്താണ്? ഇത് അസ്ഥിക്കൂടം. ഇത് ടയർ വെച്ചാൽ നമുക്ക് എന്ത് ഇത് ചാടാൻ പറ്റും ഗൈസ്. പിന്നെ വേറൊരു കാര്യം, ഇത് ചെറിയൊരു ലാഗും അതോടൊപ്പം ചെറിയൊരു സ്റ്റക്കും. മഞ്ജുളികയുടെ അച്ഛൻ എന്തായിരിക്കുന്ന. ഓക്കെ, അവൻ ഓക്കെ, ഇവിടെ ഒന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. ഇനി ഇവിടെ എൻ്റെ മോനെ വലിയ വീടാണ് മഞ്ജുളിക്ക്. ഇതെന്താണ്? നെതർ പോർട്ടിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മഞ്ജുളിക. ഇതെന്താ? ഇവിടെ ഒന്നുമില്ല. നെതർ പോർട്ടിലാണ് നമ്മളെ മഞ്ജുളിക ഉണ്ടാക്കി വെച്ചേക്കുന്നത്. മൈൻക്രാഫ്റ്റ് കളിച്ച് പ്രാന്തായെന്നാണ് തോന്നുന്നത്. നെതർ പോർട്ടിലിന് നമുക്കിനി ഒരു തീപ്പെട്ടി വെച്ച് കത്തിച്ചു കൊടുക്കണം. സോ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, മഞ്ജുളിക എവിടെയാണ് മോളെ? എടി മഞ്ജുളികേ, നീ എവിടെയാ? യൂനിയുടെ കീ, ഏത് കീ? അതും കൂടെ പറഞ്ഞ. മഞ്ജുളിയുടെ അച്ഛൻ തോടെ കിടപ്പുണ്ട്. ആണ്ട് അച്ഛൻ്റെ അസ്ഥികൂടം. അങ്ങനെ നമ്മൾ കുറേ നേരം എൻ്റെ അകത്ത് ഇരുന്ന് മഞ്ജുവിനെ കണ്ടില്ല. ഈ പുളിക എവിടെ പോയെന്ന് എനിക്ക് ഒരു ഒത്തും പിടിയില്ല. മഞ്ജുളിക മഞ്ജുളിക ഡോറൊക്കെ ഇടിച്ച് കയറ്റിയിട്ടാണ് പോയത്. എനിക്ക് പോയൊരു പേടി. ദേ പോണ് നമ്മളെ മഞ്ജുമോള്. ബാലവേലയിലെ മഞ്ജുവാണ് പോണത്. കമലശേച്ചിയുടെ അനിയത്തിയാണ് ഇത്. ഓക്കെ, നമ്മളിവിടെ നിന്ന് നമുക്ക് സീനാവും. മഞ്ജുമോള് വരട്ടെ, നമുക്കിവിടെ വെയിറ്റ് ചെയ്ത് എൻ്റെ മോനേതോ പോണ മഞ്ജുളിയെ വെട്ടിക്കാൻ പറ്റുമോ നോക്കട്ടെ. വെട്ടിക്കാൻ പറ്റും. മഞ്ജുമോളെ കണ്ടില്ല ഗൈസ്. അവള് മണ്ടിയാണ് എനിക്കറിയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടോട്ട് വന്നിട്ട് ഇവിടെ ഒരു റൂമുണ്ട് ഗൈസ്. ഇവിടെ എല്ലായിടത്തും ഒളിക്കാൻ പറ്റും. അത് കൊള്ളാം കേട്ടോ. ഞാൻ കുറേ നേരം കൊണ്ട് ഇതിൻ്റെ കീഴിയിരിക്കുകയാണ്. ആരെയും കാണുന്നില്ല. നമുക്ക് എണീക്കാനാണ് നല്ലത് എന്നാണ് തോന്നുന്നത്. ഞാൻ എണീക്കട്ടെ എന്തായാലും. മഞ്ജുമോളെ ഇവിടെ ഉണ്ടോ? ചേട്ടാ എന്നെ അടിക്കല്ലേ. മഞ്ജുമോളെ ഞാൻ ഇതുവരെ കണ്ടില്ല. മഞ്ജുമോള് ദോ പോണു. കണ്ടോ ഗൈസ്? ദോ പോണു മഞ്ജുമോള്. മഞ്ജുമോളെ അമ്മയുടെ ഫോട്ടോ അവിടെ ഉണ്ട്. ടയർ ഇരിപ്പുണ്ട്. ഇതെങ്ങനെയാ തുറക്കുന്നേ? അയ്യോടാ, ഇതെങ്ങനെയാടാ തുറക്കുന്നത്? അതെന്താ ആവട്ടെ, ഇത് തുറക്കാൻ പറ്റുന്നതാണ് എനിക്കറിയാം. മഞ്ജുമോൾ അവിടെ കറങ്ങാൻ പോയ ടൈമിൽ നമുക്ക് ഇവിടെ ഒരു ഷവൽ കിടക്കുന്നു. ഷവലല്ല, തീപ്പെട്ടി. എനിക്കിപ്പോൾ ഒരു ഐഡിയ. ഇതെന്താണ്? ചുറ്റിക. എനിക്കിപ്പോൾ ഒരു ഐഡിയ വന്ന് നമ്മൾ ഈ ഒരു ലൈറ്റർ വെച്ച്, അതായത് തീപ്പെട്ടി വെച്ച് ആ നെതർ പോർട്ടിൽ കത്തിക്കണമെന്നാണ് തോന്നുന്നത്. ഡ്രോപ്പ് ചെയ്ത മഞ്ജുളിക വരൂലേ? ഇല്ല ഗൈസ്, മഞ്ജുളിക വരൂല. എനിക്കിത് കൺട്രോൾ ചെയ്യാൻ കുറച്ച് പാടാണ് ഗൈസ്. കുറച്ച് പഠിക്കേണ്ടി വരും. ഞാൻ കുറേ നേരം എൻ്റെ ഇടയിൽ വെയിറ്റ് ചെയ്യാം. ഞാൻ ഇതുവരെ കണ്ടില്ല. ഇറങ്ങാം. ഇവിടെ ഷവൽ കിടക്കുന്നു ഗൈസ്. നമ്മളിത് കണ്ടില്ല. നമുക്ക് ഇതിൻ്റെ കീഴിൽ കയറി. ഇത് ഡ്രോപ്പ് ചെയ്ത സൗണ്ട് ഇട്ട് വരുമോ മഞ്ജുളിക? നോക്കട്ടെ. മഞ്ജു വരല്ലേ? ഞാൻ അവിടെ വിളിച്ചിരിക്കുന്നില്ല. മഞ്ജു വരൂലെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കിപ്പം ഇറങ്ങി ഓടിയാല. മഞ്ജു, എൻ്റെ മോനെ മഞ്ജുമോള് വന്ന് ഗൈസ്. എൻ്റെ മോനെ മഞ്ജുളിക അവിടെ ഓടുന്നുണ്ട്. ഈ മഞ്ജുമോളെ കൊടുക്കാനായിട്ട് ഇതിലൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. മഞ്ജുമോള് പോയെന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് ഇറങ്ങാം. മഞ്ജുമോള് ദോ പോണേ. മഞ്ജുമോള് ദോ പോണേ ഗൈസ്. ഞാൻ കണ്ട് ഇവിടോട്ടൊരു വഴി കണ്ട് ഞാൻ. മഞ്ജുമോളെ ഒറ്റയടി താഴെ എത്തി. പവറാണ് യൂനിയുടെ കീ. ഓക്കെ, രണ്ടും ലോക്ക്ഡാണ്. ഇതിലെന്തോ കീ കണ്ടുപിടിക്കേണ്ടിട്ടുണ്ട് നമുക്ക്. സോ അടുത്ത ദിവസം നമുക്ക് എസ്കേപ്പ് ചെയ്യാം. ഇത്തവണ എനിക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റുമെന്ന് പോലും അറിഞ്ഞുകൂടാ. സോ ഇതിൽ 2 എസ്കേപ്പാണ് ഉള്ളത്. ഒന്ന് സ്കൂട്ടർ എസ്കേപ്പ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ചെയ്യാൻ ഇവിടെ ഇവിടെ എന്തോ ആക്സ് കിട്ടി. എവിടെ വെച്ച് തല്ലിപ്പൊളിക്കാണ്ട്. ഇത് പൊട്ടിച്ചാൽ മതി. ഓടിക്കോ. നമുക്ക് അതിൻ്റെ ഇടയിൽ കയറി വിളിക്കാം. മഞ്ജുമോള് വന്നാൽ പൊക്കും നമ്മളെ. ഞാൻ കുറേ നേരം കൊണ്ട് വെയിറ്റ് ചെയ്യാണ്. മഞ്ജുമോളെ കണ്ടില്ല. തൽക്കാലം എന്തായാലും എനിക്ക് ഈ ഒരു വീഡിയോ മൊത്തമായിട്ട് എടുക്കുന്നില്ല. കാരണം
എനിക്കിനി കിടന്ന് പെടാപ്പാട് കേടാൻ വയ്യ. ഇതിൻ്റെ അടിയിൽ എന്തോ സീക്രട്ട് ഡോർ. ഇതെങ്ങനെ പോണേ? ഓടാ ഇങ്ങനെയാണ് കളി. ഓ ഗൈസ്, ഇതെങ്ങനെയാണ് തുറക്കുന്നത്? ഇതിൽ സ്കൂട്ടർ എസ്കേപ്പും അതോടൊപ്പം ഒരു ട്രെയിൻ എടുത്ത് എസ്കേപ്പ് ആവുന്നുണ്ട്. സ്കൂട്ടർ നമ്മളെ മഞ്ജുവിൻ്റെ അച്ഛൻ കൊണ്ട് കൊടുത്തതാണ്. ട്രെയിൻ ആരുണ്ടാക്കി കൊടുത്തതെന്നായിരിക്കും. ഓ ലാഗടിച്ച്. അയ്യോ, ഇതാണ് ഈ ഗെയിമിൻ്റെ കുഴപ്പം. പോയി. എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. കാരണം എനിക്ക് ഇത് കുറേ നേരം കൊണ്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. കാരണം എനിക്ക് ഇതിലൊന്നും അറിഞ്ഞുകൂടാ. അടുത്ത ഒരു ദിവസം നമ്മൾ എന്തായാലും മൊത്തം അറിഞ്ഞിട്ട് വരുന്നതായിരിക്കും. സോ എന്തായാലും നമ്മൾ മഞ്ജു മേളിലോട്ട് കയറി മഞ്ജുവിൻ്റെ അടിയൊന്ന് നോക്കിയിട്ട് എൻ്റെ മോനെ എന്ത് സ്പീഡാണ്. മഞ്ജുവിൻ്റെ അടി നോക്കട്ടെ. അയ്യേ, മഞ്ജുവിൻ്റെ വാളൊന്നും അല്ല ഗൈസ്, ഒളപ്പിയടി. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.